കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായാണ് പോത്താനിക്കാട് ജനകീയ സദസ്സ് സംഘടിപ്പിച്ചത്. നിരവധി പേർ ഈ ജനകീയ പ്രതിരോധത്തിൽ പങ്കെടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോത്താനിക്കാട് പൈങ്ങോട്ടൂർ മണ്ഡലം കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലാണ് പോത്താനിക്കാട് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് VS സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധ സദസ്സ്. മഞ്ഞളൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുഭാഷ് കടക്കോട് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നിരവധിയായ കേസുകളാണ്. ഇന്ന് മറ്റൊരു കേസ്, ഒരാളെ കരിക്ക് തോർത്തുമുണ്ടിനകത്ത് കുട്ടിയെ വെച്ചിട്ട് ഇടിച്ച് അവസരയാക്കി പണിക്ക് പോകാൻ പാടില്ലാത്ത സാഹചര്യം എന്ന് പറഞ്ഞ് ഇന്ന് പത്രത്തിലുണ്ട്. അങ്ങനെ ഓരോ ദിവസം ചെല്ലുന്നതോറും വളരെ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സുഭാഷ് സൂചിപ്പിച്ചതുപോലെ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഏറ്റവും മിടുക്കരായ പോലീസുകാരുള്ള ഒരു സേനയാണ്. ആ സേനയിലെ ഒന്നോ രണ്ടോ പേര് വളരെ കുറച്ച് പേരുടെ പ്രവർത്തികളുടെ പോലീസ് സേനയ്ക്ക് മുഴുവൻ നാണക്കേട് വരുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇവിടെ കാലങ്ങൾ മാറി വരും. ഏതാനും കാലങ്ങൾക്ക് ശേഷം ഈ ഭരണങ്ങളൊക്കെ മാറും. വീണ്ടും ഇതേപോലെ തന്നെ നിലനിൽക്കും എന്നാരും ചിന്തിക്കട്ടെ. ആ ഒരു ചിന്താഗതിയിലാണ് കുറെ പോലീസുകാർ പ്രവർത്തിക്കുന്നതെങ്കിൽ നരനായാട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പോലീസ് സ്റ്റേഷനുകളിൽ നടക്കുന്ന നരനായാട്ടിനെ കുറിച്ച് പ്രതിഷേധിക്കാനാണ് ഇന്ന് ഇതുപോലുള്ള യോഗം നടത്തുന്നത്. പ്രതിഷേധ കൂട്ടായ്മ നടത്തുന്നത്. കേരള പോലീസ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും മുന്നിലേക്ക് ഇന്ന് ഇതുപോലെയുള്ള സമാധാനപരമായിട്ടുള്ള ഗാന്ധിയൻ രീതിയിലുള്ള സമാധാനപരമായിട്ടുള്ള പ്രതിഷേധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ സുജിത്തിനെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും മർദ്ദിക്കുന്ന വളരെ മർദ്ദനമല്ല ക്രൂരമായിട്ടുള്ള മർദ്ദനം. ആ മർദ്ദനം വർഷങ്ങൾക്ക് ശേഷമാണ് പുറത്തോട് പറയുന്നത്. പോത്താനിക്കാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഷാജി സി ജോൺ അധ്യക്ഷനായി. പൈങ്ങോട്ടൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് റോബിൻ എബ്രഹാം, സജി കെ വർഗീസ്, മാണി പിറ്റാപ്പിള്ളി, TA കൃഷ്ണൻകുട്ടി, KV കുര്യാക്കോസ്, സന്തോഷ് ഐസക്, ഷെജി ജേക്കബ്, അനിൽ എബ്രഹാം, ആശ ജിമ്മി, സിജോ ജോൺ, ഇമ്മാനുവൽ ജോർജ്, NK എൽദോസ്, ടൈഗ്രീസ് ആന്റണി, ഡായി തോമസ്, ഷാൻ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരൻ ജയിലിൽ അനുഭവിച്ച ദുരിതത്തെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ദുരിതം പോലീസ് മണ്ഡലത്തിൽ അദ്ദേഹം ഒരുപാട് ഇടിയും വാങ്ങിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇടിയുടെയും അടിയുടെയും അടിസ്ഥാനത്തിൽ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്തു നിന്ന് മത്സരിച്ച് ജയിച്ച് MLA ആയി, പിന്നീട് മന്ത്രിയായി, ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുന്ന സഖാവ് പിണറായി വിജയനെ നമുക്കറിയാം. അദ്ദേഹമാണ് ഇന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. മീഡിയ സൃഷ്ടി കോതമംഗലം.